പ്രൈസ് ഗാഡ്. ഐ താങ്ക് ഗാഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ഈ മീറ്റിങ്ങിൽ നിങ്ങളോട് സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. പാസ്റ്റർ മാത്യു ഫിലിപ്പ് പറഞ്ഞതുപോലെ നമ്മളൊരു പ്രത്യേകമായ സബ്ജക്റ്റ് ഇവിടെ പഠിക്കുകയാണ്. ഇവിടെ എല്ലാവരെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരും എൻ്റെ ദീർഘകാല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് പേരുകൾ എടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എങ്കിലും മോൻസിജാൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഞാൻ അദ്ദേഹത്തെ മോൻസിജാൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ പാസ്റ്റർ ജോൺ ഫിലിപ്പ്, എല്ലാ ദൈവദാസന്മാരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇവിടെ ഈ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഞാൻ ഈ കാര്യത്തിലേക്ക് കുറിച്ച് കടക്കുകയാണ്. ഗോഡ്സ് ഡ്രീം എബൌട്ട് മാൻ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആശ എന്നുള്ളതാണ്. ഗോഡ്സ് ഡ്രീം അബൌട്ട് മാൻ ആസ് എൻ ഇൻഡിവിജ്വൽ, ഫാമിലി ആൻഡ് ചർച്ച്. ഇതെല്ലാം നമ്മൾ പറയാൻ നമുക്ക് സമയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ 2 മീറ്റിങ്ങിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഹെബ്രോൻ ചർച്ചിൽ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പലരും അത് കേട്ടു എന്നെനിക്കറിയാം. അപ്പോൾ അവിടെ ഒരു കാര്യം പാസ്റ്റർ ഓർമ്മിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ ടൈം വി കൺസിഡർ അവർ ഡ്രീം ആസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ്. നമ്മുടെ ഡ്രീം. അപ്പോൾ ഇന്നത്തെ പ്രസംഗങ്ങളുടെയും കൂടെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രസംഗങ്ങളെല്ലാം ഇന്ന് വന്ന് ആളുകൾ, പ്രസംഗകർ പറയുന്നതെല്ലാം യു നീഡ് ടു ഹാവ് എ ഡ്രീം എന്നാണ്. അതാണ് ഒരു വലിയൊരു പ്രോബ്ലം. പക്ഷേ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വി ഷുഡ് നോട്ട് ഹാവ് എ ഡ്രീം അബൌട്ട് അവർ സെൽസ് എന്നാണ്. നമുക്ക് അങ്ങനെ ഡ്രീം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലാതെ നമ്മുടെ സ്വപ്നമല്ല. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് എഫേഷ്യൻസ് ചാപ്റ്റർ 1:17 നമ്മൾ കാണും. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അറിയാതെ പോകരുതെന്ന് ദേവദാസൻ പറഞ്ഞല്ലോ. നമ്മൾ വിഡ്ഢികളായി പോകാനായിട്ട് പാടില്ല. അത് നമ്മൾ അറിയണം. അത് അറിയണമെങ്കിൽ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെന്ന് പോലും നമ്മുടെ ആളുകൾക്ക് അറിയില്ല. അതാ പ്രശ്നം. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഡ്രീം ഉണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ബിക്കോസ് പ്രീച്ചേഴ്സ് എല്ലാം എന്ന് പറയുന്നത് യു നീഡ് ടു ഹാവ് എ ഡ്രീം എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം, ഇപ്പോൾ ഇന്ന് മോട്ടിവേഷണൽ സ്പീക്കറുടെ കാര്യം പറഞ്ഞല്ലോ. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒത്തിരി സെക്യുലർ ഫീൽഡിലുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒത്തിരി പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്കുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സാ പല സ്പീക്കേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പൊതുവേ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും. നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു വലിയ പാർട്ടി ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നത് ഐ ഡോണ്ട് ആസ്ക് ഹൂ യു ആർ, വാട്ട് യു ആർ ഡൂയിങ്, ഐ ജസ്റ്റ് വാണ്ട് യു ടു ഫീൽ ഗുഡ് ഇൻ മൈ ചർച്ച്. പക്ഷെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് നമുക്കൊരു നല്ല ഫീലിംഗ് തരാനല്ല. നിങ്ങൾ മനസ്സിലാക്കണം. When he was dying, അവൻ സന്തതികളെ കണ്ട് സന്തോഷിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? റൈറ്റ്. സോ അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നില്ല. ദേവദാസൻ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാണ് കർത്താവ് മരിക്കുന്നത്. ഒരു അൺഫിനിഷ്ഡ് ടാസ്ക് ഒന്നും വെച്ചല്ല, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. ആ യേശുവിൻ്റെ ക്രൂശ് മരണം അത് ഒരു പ്രത്യേകമായ കാര്യത്തിന്, ഒരു ലക്ഷ്യത്തോടു കൂടെ നടന്നതാണ്. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡന്റ്. ഒരു വലിയ ലക്ഷ്യത്തോടു കൂടെ നടന്നതാണ്. നമ്മൾ മനുഷ്യൻ, ഇന്നത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഇല്ലാത്ത? നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഡ്രീംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സെക്യുലറിസത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം ഞാൻ പറയാനുണ്ട്. സെക്യുലറിസത്തിൽ നമ്മൾ ഇപ്പം ഉദാഹരണം, ഇന്നിപ്പം അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ പോലും യോഗ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. യോഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? യോഗ എപ്പോഴും പറയുന്നത് യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ സെൽഫ് എന്നാണ്. അതാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിന്റെ എല്ലാം അടിസ്ഥാനപരമായ ഉപദേശം. അതാണ് ബേസിക്കലി യോഗയുടെ ഉപദേശമാണ് മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലുള്ളത്. യോഗയുടെ ഉപദേശമാണ്, ഈവൻ ദോ ഇറ്റ് ഇസ് അതിനൊരു റിലീജിയസ് കളർ ഇന്ത്യയിലുണ്ടെങ്കിലും യോഗ എന്ന് പറയുന്നതാണ് ശരിക്കും സെക്യുലറിസം എന്ന് പറയുന്നത്. ഹിന്ദുയിസം ശരിക്കും ആ രീതിയിൽ സെൽഫിന്റെ പ്രൊമോഷനാണ് എപ്പോഴും പറയുന്നത്.
അവിടെയാണ് ഡ്രീംസ് ഉണ്ടാവണമെന്ന് പറയുന്നത്. യു നീഡ് ടു ഹാവ് എ ഡ്രീം. യു നീഡ് ടു ഹാവ് യു നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. യു നീഡ് ടു ഡ്രീം അബൌട്ട് ഇറ്റ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന കാര്യം എന്നറിയാമോ? യു നീഡ് ടു ഡിനൈ യുവർ സെൽഫ് എന്നുള്ളതാണ്. യു സീ ദ ഡിഫറൻസ്? നമ്മൾ ഒത്തിരി അങ്ങ് സെക്യുലർ ആകും. പെന്തക്കോസ്തുകാരും ഒത്തിരി അങ്ങ് സെക്യുലർ ആകും. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ഇതെന്നോ ഈ പറയുന്നത് എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വളരെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പറഞ്ഞു, ഗാഡ് വാണ്ടഡ് us to be dependent upon God and interdependent upon others. ദൈവത്തോട് ഡിപ്പെൻഡൻസ്. കാര്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എന്നിട്ട് പറയുന്നത്, മോനെ നിന്നിൽ ഒഴുകുന്നത് എൻ്റെ ജീവനാണ്. ഈ ജീവനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റിയല്ല. നീ ഡിപ്പെൻഡൻ്റാണ്. എന്നിൽ നിന്ന് ഒരിച്ചിരി ദൂരെ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് നടക്കും. ഓക്സിജൻ എനിക്ക് കിട്ടുന്നത് ഓക്സിജൻ സിലിണ്ടറും കൊണ്ടാണെന്ന് വെച്ചു. ഓക്സിജൻ സിലിണ്ടറും കൊണ്ടാണ്. അങ്ങനെ ഓക്സിജൻ സിലിണ്ടറും കൊണ്ടാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിൽ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. കാര്യം ഈ സിലിണ്ടറിൽ നിന്ന് ഒത്തിരി ദൂരെ പോകാൻ പറ്റുകയില്ല. കാര്യം ഒരു ട്യൂബ് ഇട്ട് എന്നെ ആ സിലിണ്ടറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അനുസരണം എന്ന് പറയുന്ന ഒരു ട്യൂബിലൂടെ ദൈവവുമായി മനുഷ്യനെ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്. അത് വിട്ടുപോയി കഴിഞ്ഞാൽ മരണമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എന്നോട് ഡിപ്പെൻഡൻ്റ് ആണ്. എന്ത് തീരുമാനം എടുക്കണമെന്ന് എന്നോട് ചോദിക്കണം. എനിത്തിങ് ആൻഡ് എവറിതിങ് യു നീഡ് ടു ആസ്ക് മീ. ഇഫ് യു ട്രൈ ടു ബി ഇൻഡിപെൻഡന്റ്, യു വിൽ കട്ട് ഓഫ് ഫ്രം മീ ആൻഡ് you will be dead for me. നീ എനിക്ക് മരിച്ചവനാണ്. And there will be no life. No life എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽ ലൈഫ് ബാക്കിയുണ്ടോ? ഇല്ലെന്നല്ല. പക്ഷേ ഗോഡ്ലി ലൈഫ് നമ്മിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നതായ ഒരു സ്റ്റേറ്റ്. That was sin. You know why man was eating the fruit of the tree of knowledge and evil? Good and evil? ഒറ്റ കാര്യമില്ല. ചില ആളുകൾ പറയും, ഇതെന്തോ പരിപാടിയാണ്, ഒരു പഴം പറിച്ചു തിന്നെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഇത്രയും ദൈവം എന്താ ശിക്ഷിച്ചത്? പഴം പറിച്ചു തിന്നതല്ല, എന്തിന് പറിച്ചു തിന്നു എന്നുള്ളതാണ് വിഷയം. എന്തിനാണ് അവൻ പഴം പറിച്ചു തിന്നത്? ദൈവത്തെ പോലെ ആകാൻ. See the difference? ദൈവത്തെ പോലെ ആകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. I want to become like God. I want to be independent. Being independent from God is the first sin. And the second sin, Cain and Abel. You know what Cain says? I don't need to see that my brother is interfering in my life. I need independence from my brother. That's the second sin. ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ്. രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സെക്യുലറിസം പ്രൊജക്റ്റ് ചെയ്യുന്നത്. We don't need anybody's help. And നമ്മൾ പിള്ളേരോട്, പെന്തക്കോസ്തുകാർ നമ്മുടെ മക്കളോട് പറയുന്നത് എന്താണെന്നറിയാമോ? You need to be independent. You need to be self-reliant. ആരെയും ആശ്രയിക്കരുതടാ. സ്വന്തം കാര്യം നിൽക്കാൻ പഠിക്കണം. We need to be independent. ഇല്ലേ? ഇതാ നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ദൈവികതയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് സെക്യുലറിസമാണ്, ദൈവനിഷേധമാണ്. അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചു പോയത്. You need to be competitive. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇതെല്ലാം സെക്യുലർ ടെർമിനോളജിയാണ് ഇന്ന് നമ്മൾ പെന്തക്കോസ്ത് മണ്ഡലത്തിൽ പോലും ഉപയോഗിക്കുന്നത്. സെക്യുലർ ടെർമിനോളജിയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. We are losing our generation. അവൻ ആരോടും ഒരു ബന്ധമില്ലാത്ത ഒരു ലെവലില്ല. ദൈവത്തോടും ബന്ധമില്ല, മനുഷ്യനോടും ബന്ധമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ പറ്റാൻ കാര്യം എന്തോ അതാ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത്. നീ അങ്ങനെ ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. ആരെയും ആശ്രയിക്കരുത്. ഇത് ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ചു വന്ന് പറഞ്ഞു, അങ്കിൾ ദൈവത്തെ ആശ്രയിക്കണമെന്നൊക്കെ ഉള്ളത് ഞാൻ ഒരു പരിധി വരെയൊക്കെ അംഗീകരിക്കാം, ഒരു പരിധി വരെയൊക്കെ. പക്ഷേ മറ്റുള്ളവരെ ആശ്രയിക്കണമെന്നൊക്കെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരെയും ആശ്രയിക്കാൻ തയ്യാറില്ല. അവളുടെ അപ്പനുമുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ
പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നത് നീ വായിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷിലാണ് പറയുന്നത്, ഞാനത് മലയാളീകരിച്ച് പറയാണ്. എന്താ പറയുന്നത് കർത്താവിൻ്റെ വളർച്ചയെക്കുറിച്ച്? കർത്താവ് വളർന്നപ്പോൾ ടീനേജിൽ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമല്ല മുതിർന്നു വന്നത്, മനുഷ്യരുടെ കൃപയിൽ. മറ്റുള്ളവരുടെയൊക്കെ കൃപയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണമെന്ന്. നമ്മൾ മറ്റുള്ളവരോട് കൃപ കാണിക്കുകയും വേണം, മറ്റുള്ളവരുടെ കൃപ സ്വീകരിക്കുകയും വേണം. അപ്പൊ കൊച്ചു പറഞ്ഞു, ഞാൻ ആർക്ക് വേണേലും എന്ത് വേണേലും കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് ആരുടെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു, സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരാൾക്ക് കൊടുക്കാനുള്ള അവകാശമില്ല. യു സീ ദ ഡിഫറൻസ്? സ്വീകരിക്കുവാൻ മനസ്സില്ലാത്ത ഒരാൾക്ക് കൊടുക്കുവാനുള്ള അവകാശമില്ല. അത് സെക്യുലറിസമാണ്. ഞാൻ വേണേൽ സഹായിച്ചേക്കാം, ചാരിറ്റി കൊടുത്തേക്കാം, വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വേണം ഞാൻ വേണേൽ കൊടുത്തേക്കാം, എനിക്ക് ആരുടെ ഒന്നും വേണ്ട. അങ്ങനെയല്ല. നമ്മൾ ദൈവത്തോട് ഡിപ്പെൻഡൻറ്റും മനുഷ്യനോട് ഇന്റർഡിപ്പെൻഡൻറ്റും ആയിരിക്കണം. അതാണ് ദൈവം സൃഷ്ടി മുതൽ ആഗ്രഹിച്ചതായ കാര്യം. When God created man, He wanted to see that he is depending upon God for everything. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു സാത്താൻ പറഞ്ഞു. അത് ഇതുപോലെ ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഒരു ട്യൂബിലൂടെ ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് സിലിണ്ടർ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ കുറച്ച് ദൂരെ ആയിരിക്കും, പക്ഷെ വാക്ക് അറൗണ്ട്, ബട്ട് ഐ കനോട്ട് ഗോ ബിയോണ്ട് എ ലിമിറ്റ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, അല്ല നിനക്ക് സ്വാതന്ത്ര്യമില്ല, നീ എല്ലാത്തിനും ഈ സിലിണ്ടറിനെയാണ് ആശ്രയിക്കുന്നത്, ഈ സിലിണ്ടർ വിട്ട് നിനക്കൊരു ജീവിതമില്ലേ? സാത്താനെ ചോദിച്ചത്, നീ എന്തോ വന്നാലും വൈകുന്നേരം ആവുമ്പോൾ കർത്താവ് വരും, വരട്ടെ, അത് ഞാൻ ചോദിക്കാം. എന്തിനാണ് ചോദിക്കുന്നത്? ദൈവം ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. God doesn't depend upon anybody, but you are depending upon God. And if you disobey, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ ട്യൂബ് നീ അങ്ങ് കട്ട് ചെയ്ത് കളാ, ആ റിലേഷൻ കളാ. If you disobey, you will also become like an oxygen cylinder എന്ന് പറഞ്ഞാൽ കഴിയും. സംഭവിക്കാൻ പോകുന്ന ഇവൻ ഓക്സിജൻ സിലിണ്ടർ ആകത്തുമില്ല, ഇവൻ ചത്തുപോവുകയും ചെയ്യും. അതാ സംഭവിച്ചത് മനുഷ്യന്റെ ജീവിതത്തിൽ. പിശാച് പറഞ്ഞു, ഇഫ് യു ഡിസോബേ യു ആർ ഗോയിങ് ടു ബിക്കം ലൈക്ക് ഗോഡ്. അപ്പോൾ ആദം പഴം പറിച്ചു തിന്നുന്നതിനേക്കാൾ വലിയ എന്തിന് പഴം പറിച്ചു തിന്നു? ബിക്കോസ് ഹി വാണ്ടഡ് ടു ബിക്കം ലൈക്ക് ഗോഡ്. അതാണ് സിൻ എന്ന് പറയുന്നത്. ഇന്നും അത് തന്നെയാണ് സിൻ. എല്ലായിടത്തും സിൻ അതാണ്. വി ഓൾ വാണ്ട് ടു ബിക്കം ലൈക്ക് ഗോഡ്. വി ഓൾ വാണ്ട് ടു ബിക്കം ഇൻഡിപെൻഡന്റ്. അതിനാണ് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം. ആ സെക്യുലറിസമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനാണ് പഠിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴും ആളുകൾക്ക്, എനിക്കറിയാം, നിങ്ങൾ തന്നെ ചോദിക്കും, പിന്നെ വല്ലവരെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്? കേൾക്കുന്നവരെ ചോദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വല്ലവരെ ആശ്രയിച്ചൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലവരെ ആശ്രയം ജീവിക്കണം, ദൈവത്തെ ആശ്രയം ജീവിക്കണം, വല്ലവരെ ആശ്രയം ജീവിക്കണം, വല്ലവർക്കും ആശ്രയമായിരിക്കുകയും വേണം. ഇറ്റ് ഇസ് ഗിവിങ് ആൻഡ് ടേക്കിങ്. ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മളൊന്നും ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഒന്നും അല്ല, പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്, ഗിവ് ആൻഡ് ടേക്ക് ആണ്. മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഒരുത്തന് ഒരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവകാശമില്ല. യു സീ ദ ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വന്നാൽ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ സൃഷ്ടിയിൽ എന്തായിരുന്നു ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ലക്ഷ്യം അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഇന്നലെ ഞാൻ പറഞ്ഞ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു. അത് പറഞ്ഞത് മാത്രം ഞാൻ പറയാം. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഈസ്, നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും ആളുകളുടെ കാര്യം ശരിയല്ല. ഈ മൈൽസ് മോൺറോ ഒക്കെ, ഞാൻ ഈ പേരൊക്കെ എടുത്ത് പറയുന്നത് നമ്മുടെ പിള്ളേർ തെറ്റിപ്പോകാതിരിക്കാനാണ്. ഈ മൈൽസ് മോൺറോ ഒക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ വാഴുവാൻ വേണ്ടിയാണ് ആക്കിയിരിക്കുന്നത്. God wants us to reign over everything in this earth. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം സകലത്തെയും ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ്. കാര്യം എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ സൃഷ്ടി. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. God created everything for man, but he created man for God. ഭൂമിക്ക് വേണ്ടിയല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്, മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയെ ഉണ്ടാക്കിയത്. പിന്നെ മനുഷ്യനെ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടിയാണ്. അതാണ് ദൈവത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ God's dream. I need somebody in this world representing me. എന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി.
അവിടെ പറഞ്ഞത് let us make man in our own image and likeness and let's give him life, our own life or God's own life. എന്തിനാ കൊടുത്തത്? So that he may represent God in this world. ദൈവത്തിന്റെ പ്രതിനിധിയാവുമ്പോഴാണ്, ദൈവത്തിന് പകരക്കാരനാകുമ്പോഴാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നം പൂവണിയുന്നത്. കാര്യം അതിനാണ് നമ്മളെ ദൈവം ഭൂമിയിൽ ആക്കിയത്. ദൈവത്തിന് തന്നെ ഇതൊന്നും ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. വിതൗട്ട് മാൻ God can do things, but without God man can do nothing. മനുഷ്യനില്ലാതെ ദൈവത്തിന് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ദൈവമില്ലാതെ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യനില്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല, അത് അവന്റെ കൃപയാണ്. God wants us to be his representative in this world. അവന്റെ പകരക്കാരനായിട്ട്, ദൈവത്തിന്റെ പകരക്കാരനായിട്ട് ഭൂമിയിൽ നമ്മളെ യേശു ആക്കിയിരിക്കുന്നു. ഇപ്പം സൃഷ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു പോകാൻ നമുക്ക്, ഞാനത് അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ പറയാം, God created man and suddenly you see, മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? He was separated from God. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, God created man as his son. ജീനിയോളജി ലൂക്കോസ് പറയുമ്പോൾ ചാപ്റ്റർ 3 പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ശേത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ. So God created man not just as another creation. God created man as his own son. ആ പുത്രത്വമാണ് ദൈവം മനുഷ്യന് നൽകിയത്. ആ പുത്രത്വത്തിന്റെ അവകാശമായ തേജസ്സും അവനുണ്ടായിരുന്നു. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. ആ തേജസ് എന്ന് പറയുന്നത് പുത്രാധികാരമാണ്. So God created man as his own son. ജനറ്റിക്കൽ സൺ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. യേശു ദൈവത്തിനായിരിക്കുന്നത് പോലെയുള്ള കാര്യമല്ല. But still God created man in his own image and likeness, and they have communion and communication, because God created man as a spiritual being even though he had a body. മനുഷ്യന് ശരീരമുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ ശരീരമുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആത്മജീവിയായിട്ടാണ്. എന്തുകൊണ്ടാണ്? Because God is spirit. God can command anything to anybody, but he cannot have communion with everybody. Everybody means every creature. ദൈവത്തിന് ഇഷ്ടം പോലെ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കാൻ എല്ലാവരും ഉണ്ട്. പക്ഷേ ദൈവം കമ്മ്യൂണിയന്, ദൈവ സംസർഗം ഉണ്ടായിരുന്നത് മനുഷ്യനായിട്ട് മാത്രമാണ്. കാരണം man was the only spiritual being in creation. ഏക ആത്മജീവി മനുഷ്യനായിരുന്നു. So God's spirit had communion with man's spirit. മനുഷ്യന്റെ ആത്മാവുമായിട്ട് ദൈവത്തിന്റെ ആത്മാവിന് സംസർഗം ഉണ്ടായിരുന്നു. നമുക്കറിയാം, God created man and he had a spirit, a soul and body. ഇത് മുകളിൽ നിന്ന്, അതായത് പാപം ചെയ്യുന്നതിന് മുമ്പ് സംഭവിച്ചതാണ്. God the Spirit had communion with the spirit of man and he had a soul. ആ സോൾ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, that is a combination of your intelligence, your volition, your emotions, anything and everything that is not other than body. What is everything? All these faculties together make the soul. അതിനകത്ത് നമ്മുടെ ജ്ഞാനമുണ്ട്, നമ്മുടെ ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ ചിന്തകളുണ്ട്, നമ്മുടെ ഇമോഷൻസ് ഉണ്ട്, എവ്രിതിങ്. ഇതെല്ലാം നമ്മുടെ സോളാണ്. ആൻഡ് വൊല്യൂഷൻ, തീരുമാനമെടുക്കാനുള്ള ശക്തി, ഇതെല്ലാം സോളാണ്. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ, യു നോ വാട്ട് ഹാപ്പൻ? He had spirit very active, and that spirit was in communion with God the Spirit. So God the Spirit had communion with human spirit, and the human spirit, അത് താഴോട്ട് വരികയാണ്, was controlling the soul.
ആ ഹ്യൂമൻ സ്പിരിറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? സോളിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ സോൾ which was controlled by the spirit, it had to express things, and the expression happened in the body. നമ്മുടെ ശരീരം എക്സ്പ്രസ് ചെയ്യണം, നമ്മുടെ സോളിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ലൈക്ക് എൻ്റെ തോട്ട്സിനെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് വരുമ്പോഴത്തേക്ക് തോട്ട്സ് എൻ്റെ സോളിലാണെങ്കിൽ വേർഡ്സ് വരുമ്പോൾ ബോഡിയിൽ നിന്നാണ് വരുന്നത്. യു സി, അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ആരാ? God the Spirit. God the Spirit controlled my spirit, and my spirit controlled the soul, and soul gave commandments to the body, and the body was just obeying the soul. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? My spirit became inactive. എൻ്റെ ആത്മാവ് ഇന്നാക്റ്റീവ് ആയിപ്പോയി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെത്ത് അല്ല, പ്രത്യേകത എന്താണ്? ദൈവാത്മാവുമായിട്ടുള്ള സംസർഗത്തിന് ദൈവത്തിന് മരിച്ചവനായിത്തീരും. സോ ദാറ്റ് ടൈം ഓൺവേർഡ്സ് എ സ്മോൾ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വാസ് ദെയർ. ഈവൻ ഗോഡ് വാസ് സ്പീക്കിംഗ് ടു ആഡം ഈവൻ ആഫ്റ്റർ he committed sin. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിയന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. സംസർഗം നഷ്ടപ്പെട്ടു, സംസാരം തുടർന്നെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ you know why Jesus came to this world? He came to this world to make us children of God. കാര്യം ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? സൺഷിപ്പ്, പുത്രത്വമാണ്. ആ പുത്രത്വം നമുക്ക് മടക്കി തരുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12 നമ്മൾ കാണുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. And once you are a child of God, then certainly your spirit is active. That time onwards, your spirit is active, and that time onwards, God the Spirit will speak to your spirit. You will have communion and communication. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? God will speak to you and He will let you know what you should do, what you should think, and you are controlled by the Spirit. അപ്പോൾ എനിക്ക് പിന്നീട് എൻ്റെ പാഷൻസിനോട് യേസ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതിന് എന്താണെന്നറിയാമോ? യേശുവിൻ്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഇറ്റ് ഈസ് മൈ പ്രേയർ that you may know the desire of God about you. അവിടെ പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇനി നിങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം അതാണ്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടം ഇല്ലാതെയാകണം. യു സി, എൻ്റെ ഇഷ്ടം ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പ്രസംഗകര് പോലും പറയുന്നത് നിനക്ക് ഇഷ്ടം ഉണ്ടാകണമെന്നാണ്, നിനക്ക് സ്വപ്നം ഉണ്ടാകണമെന്നാണ്. But a true Christian will never have dreams about himself, because ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഘടകം തന്നെ എന്താണ്? Denying yourself. Galatians chapter 2 verse 20 നമുക്കറിയാമല്ലോ. ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നോ ലോങ്ങർ ആയി, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഞാനില്ലെന്ന് പറയുന്നതാ കുറച്ചുകൂടെ കറക്റ്റ്. ഞാനില്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇവിടെയാണ് സെക്യുലറിസവുമായിട്ടുള്ള പ്രശ്നം. സെക്യുലറിസം ഒരിക്കലും നിന്റെ സെൽഫിനെ ഡിനൈ ചെയ്യാൻ സമ്മതിക്കത്തില്ല. സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന അതാണ് സെക്യുലറിസം. അതാണ് റിലീജിയൻ. ഈസ്റ്റേൺ റിലീജിയൻ എല്ലാം സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഈ യോഗ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പം നമ്മുടെ പിള്ളേരൊക്കെ പറയുന്നത് വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ് എന്നൊക്കെയാണ്. ഞാൻ ഒരിക്കലും അബുദാബിയിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്കിൾ ഐ ഗോ ഫോർ ആർട്ട് ഓഫ് ലിവിങ്, ഈസ് ദർ എനി റോങ് വിത്ത് ദാറ്റ്? ആർട്ട് ഓഫ് ലിവിങ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ can you just repeat it?
You don't know art of living? Yes, I know. Sri Sri Ravi Shankar. Oh, you know that, right? I know. But can you repeat it? Why, uncle? Art of living? Then I asked, Mane, what is art? Art എന്ന് പറഞ്ഞാൽ എന്നാ? Art is art. ഞാൻ പറഞ്ഞു, അല്ല മക്കളെ. Suppose you are drawing a picture of mine. I am real and my picture is art. Art is an imitation of the reality. So മോനെ, ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ലൈഫ് അല്ല, ലൈഫിന്റെ ഇമിറ്റേഷൻ ആണ്. മോനെ, എന്തിനാണ് ഇതിന്റെ പുറകെ പോകുന്നത്? When Jesus said, I am life and I will give you life. I came here so that you may have life and life abundantly. ഇതെല്ലാം തന്നെ കർത്താവ് നോക്കിയിരിക്കുമ്പോൾ എന്തിനാണ് മക്കളെ നീ നിന്റെ ആർട്ടിന്റെ പുറകെ പോകുന്നത്? You see the difference? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലുള്ള ഈസ്റ്റേൺ ചിന്തകൾക്കും മറ്റും അധീനരായി പോവുകയാണ്, വെസ്റ്റേൺ പിള്ളേർ പോലും. അതുകൊണ്ടാണല്ലോ യോഗയൊക്കെ ഇന്ന് എല്ലായിടത്തും ഒരുപോലെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത്. But I tell you my friends, അതിന്റെ ഭാരം പിടിച്ച നമ്മൾ പോകരുത്, നമ്മുടെ വിശ്വാസികൾ പോകരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കരുത്. അവരോട് പറയണം, this is world. And you know what Jesus said? What is great in the eyes of man is an abomination in the sight of God. ലോകം വലുതെന്ന് പറയുന്നതിന്റെ പിന്നാലെ നമ്മൾ പോകരുത്. ഇന്നത്തെ പ്രശ്നം, ലോകം വലുതെന്ന് പറയുന്നത് നമ്മളും വലുതാന്ന് പറയും. അതുകൊണ്ട് ലൗകികത നമ്മുടെ ഇലയിലേക്ക് എരച്ച് കയറി നമ്മുടെ കുഞ്ഞുങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കത് അറിയത്തുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് അതൊക്കെ നല്ല കാര്യമല്ലേ ബ്രദറെ? നമ്മുടെ പിള്ളേരൊക്കെ സ്വന്തം കാര്യം നിൽക്കണ്ടേ ബ്രദറെ? സ്വന്തം കാര്യം നിൽക്കണ്ട ആണോ? അത് പറഞ്ഞപ്പോൾ ചിരിക്കുന്ന എല്ലാവരും. എന്നറിയാം, നമ്മളെ ചിന്ത അതാ, സ്വന്തം കാര്യം നിൽക്കണ്ടായോ? നിൽക്കണ്ട. വല്ലവരെയൊക്കെ ആശ്രയിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചാൽ മതി. ഇപ്പൊ തന്നെ എന്നെ ഇറക്കി വിടണമെന്നുള്ളവരുണ്ട് ഇവിടെ. വല്ലവരെ ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കണമെന്നേ, അങ്ങനെ പഠിപ്പിക്കണം നമ്മുടെ പിള്ളേരെ. വല്ലവരെയൊക്കെ ആശ്രയിച്ച് ജീവിക്കണേ. ദൈവത്തിൽ ആശ്രയിക്കണം, മനുഷ്യർക്കും ആശ്രയിക്കണം. ഞാൻ പലപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒരു കുഞ്ഞായിട്ടാ അല്ലേ? കുഞ്ഞായിട്ടാ. ഒരു 20 വയസ്സ് 22 വയസ്സുള്ള ഒരാളായിട്ടേക്ക് വന്നായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ? പക്ഷെ അങ്ങനല്ല ദൈവം പ്ലാൻ ചെയ്തത്. ദൈവം പ്ലാൻ ചെയ്തത് കുഞ്ഞുങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വളർന്ന് പഠിക്കണം എന്നാണ്. അതാ കുഞ്ഞുങ്ങളായിട്ട് ജനിക്കാൻ കാര്യം. ഇനി മറ്റൊരു കാര്യം, ഒരു 60 വയസ്സിന് മുമ്പൊക്കെ മരിച്ചായിരുന്നെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പോകാറുണ്ടല്ലോ. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയാൽ മതിയായിരുന്നു. എനിക്കങ്ങനെയല്ല, ഞാൻ 10 വരെ ബുദ്ധിമുട്ടിച്ചേ പോകത്തുള്ളൂ. നിങ്ങളെന്നാ ചിരിക്കുന്നത്? കാര്യം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാ. എന്നാന്നറിയാമോ? നേരത്തെ പിള്ളേർക്ക് നമ്മൾ കാശ് കൊടുത്തു, ഇപ്പൊ പിള്ളേർ നമുക്ക് കാശ് വരുമ്പം പപ്പാ എന്നാണല്ലേ $500 തന്നത്, എന്ത് ചെയ്യത് എന്നൊക്കെ ചോദിക്കുന്നൊന്ന് കേൾക്കണം. എന്നാലേ ഒരുമാതിരി മാനമര്യാദയ്ക്ക് മരിക്കാൻ പറ്റുള്ളൂ. I'm not joking. ജോക്കായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഡിപ്പെൻഡൻസ് പഠിക്കണം. നമ്മൾ പഠിക്കണം. അല്ലാതെ ഒരിക്കലും സെക്യുലർ ആയി പോകാനല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. We are predestined to be confirmed to the image of his son. അതാണ് ആത്യന്തികമായി നമ്മളെ കുറിച്ചുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ വീണ്ടെടുത്തത് എന്തിനാ? ഞാൻ പറഞ്ഞു, God created man for God. God created everything for man, but God created man for God. എന്നാൽ അതേസമയം അങ്ങനെ നമ്മൾ ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ he redeemed us. അവൻ നമ്മളെ വീണ്ടെടുത്തു. ഇതൊന്നും ഞാൻ വിശദമാക്കുന്നില്ല. വീണ്ടെടുത്തതും ആർക്ക് വേണ്ടിയാ? വീണ്ടെടുക്കുമ്പോൾ തീർച്ചയായും, ഞാൻ വീണ്ടെടുക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം എന്നെ സഹായിക്കുകയാണ് കാര്യം, അല്ലാതെ ഒരിക്കലും പറ്റില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ദൈവത്തിന് ഒരാഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ മകനെ വേണം, എൻ്റെ കുഞ്ഞിനെ, പാപം ചെയ്ത എൻ്റെ കുഞ്ഞിനെ. പാപം ചെയ്ത
ആദമിനെ തേടി വന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഇന്നും പാപികളായ മനുഷ്യനെ തേടി വരുന്ന യേശുവാണ് എൻ്റെ യേശു. ആ ഒരു സാഹചര്യത്തിൽ God created man for himself and God redeemed man for himself. അവൻ വീണ്ടെടുത്തതും ആർക്ക് വേണ്ടിയാണ്? അവന് വേണ്ടിയാണ്. നമ്മളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ട കാര്യം. ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ യേശുവിന് വേണ്ടിയാണ്. സങ്കീർത്തനം വായിക്കുമ്പോൾ 4-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യത്തില് യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൽ. God separated the faithful for him. അവന് വേണ്ടിയാണ്, എല്ലാം അവന് വേണ്ടിയാണ്. അവിടെയാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി കണ്ടെത്തുന്നത്. അവിടെ എനിക്ക് സ്വപ്നങ്ങളില്ല. പിന്നെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം കുഴിച്ചു മൂടി. കാരണം എന്നറിയാമോ? എൻ്റെ ഐഡന്റിറ്റി ഞാനിപ്പോൾ കണ്ടെത്തുന്നത് എന്തിനാണ്? യേശുവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഞാൻ യേശുവിൻ്റെ വകയാണെന്നുള്ള തിരിച്ചറിവാണ് എൻ്റെ വലിയ അഭിമാനവും അഹങ്കാരവും എല്ലാം. ഐ ബിലോങ് ടു ജീസസ്. ബാക്കിയുള്ളതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ യേശുവുമായിട്ടുള്ള ഐഡന്റിറ്റിയാണ് ഏറ്റവും വലുതെന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയിലെ യാതൊരു കാര്യങ്ങളോടും മോഹമുണ്ടാവുകയില്ല. അവന് വസ്തു ഉണ്ടോ ഇല്ലയോ, കാറുണ്ടോ ഇല്ലയോ, ചെറിയ കാറാണോ വലിയ കാറാണോ, ഇതൊന്നും ഇവന് വിഷയമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നത് ഐ ഹാവ് ജീസസ്. എനിക്ക് യേശുവുണ്ട്, ഞാൻ യേശുവിൻ്റെ വകയാണ്, യേശു എന്നിൽ ജീവിക്കുന്നു, ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. ഐ ആം an ambassador for Christ. I represent Jesus. And God has put me in this world in Houston as a substitute for Jesus. So what I am doing here, I am doing it on behalf of Jesus. And what Jesus wants to do, I am doing it. That's all. അതിനകത്ത് എനിക്ക് ചില കഷ്ടപ്പാടുണ്ടാകുമായിരിക്കും, പ്രശ്നങ്ങളുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നറിയാമോ? ബിക്കോസ് ഐ എം ഡൂയിങ് എവറിഥിങ് വാട്ട് മൈ മാസ്റ്റർ ജീസസ് wants to do here. എൻ്റെ യജമാനനായ കർത്താവിന് ചെയ്യാനുള്ളത് ഞാനിവിടെ ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ലാതെ വരും. ഞാൻ ചില പറയാറുണ്ട്, ഈ പ്രവാചകന്മാര്, ഞാൻ പ്രവചനത്തിന് എതിരൊന്നുമല്ല, പിന്നെ ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നലുണ്ട്. അത്രയുള്ളതേ ഉള്ളൂ. ഞാനും പ്രവചിച്ചിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആളുകൾ ഇന്നാൾ ഒരാൾ എന്തോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കാണ് അത് സഹായിച്ചാലും കൃപാവരം വല്ലതും ഉണ്ടോ, ഇല്ലാതെ എന്തിനാ ഇതെല്ലാം പറയുന്നത്? എൻ്റെ പൊന്നു സഹോദരന്മാരെ, എല്ലാ കൃപാവരങ്ങളും ഞങ്ങൾ ഈ മിഷൻ ഫീൽഡിൽ അനുഭവിച്ച് എക്സ്പ്ലോസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് രോഗശാന്തിക്ക് ഒരാൾ, ഭൂതശാന്തിക്ക് മറ്റൊരാൾ, പ്രവചനത്തിന് മറ്റൊരാൾ, അങ്ങനെ എത്ര പേരുണ്ട്. പക്ഷെ ഞങ്ങൾ മിഷൻ ഫീൽഡിൽ പോയാൽ ഇതെല്ലാം ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ച് എത്രയോ ആളുകൾ സൗഖ്യമായിട്ടുണ്ട്, ഞാൻ പ്രവചിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാ രീതിയിലുള്ള കൃപാവരങ്ങൾ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് ആരും എന്നെ വീട്ടിൽ വിളിക്കാറില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പലതൊന്നുമില്ല. ഏത് പുള്ളിക്കാരന് പ്രവചനപരമുണ്ട്, എന്നാൽ പിന്നെ ഒരു ആലോചന കേട്ട്, ഈ ആലോചനയായി ഇരുന്ന് പറയുന്നത്, ഇതൊക്കെ കേട്ടാൽ മതി, പ്രത്യേകിച്ച് ആലോചനയൊന്നും കേൾക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാർ വന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം നിങ്ങളുടെ മോഹങ്ങളെല്ലാം നിർവഹിക്കാൻ ദൈവം അറിഞ്ഞൊരുവന്ന. വേദവസം പഠിപ്പിക്കുന്നത് മോഹിക്കരുതെന്ന. പക്ഷെ പ്രവാചകന്മാർ വന്ന് പറയുന്നത് ഇഷ്ടംപോലെ മോഹിച്ചോളാനാണ്. 2023 1-ാം മാസത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു. അല്ലേ? നന്മയല്ലാതെ പിന്നെ തിന്മ എപ്പോഴെങ്കിലും ഒരുക്കും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെങ്കിലും അത് നന്മയാണ്. 2019 വലിയ പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. ജനുവരി മാസത്തിൽ പടക്ക മുങ്ങുമാറാകുവോളം എന്നൊരു പാട്ട് പ്രസംഗിച്ചു. മുങ്ങുമാറാകുവോളം, പടക്ക നിറഞ്ഞ് മുങ്ങുമാറാകുവോളം. എല്ലാവരുടെയും പടം ഇപ്പം മുങ്ങിയിരിക്കുക അവിടെ. അപ്പൊ അങ്ങനെ മനുഷ്യനെ ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ കാണാൻ പോലും ഇല്ല ഒരുത്തിനെ, ഇല്ലേ? എന്നാൽ നമുക്ക് ദൈവത്തോട് നമുക്ക് നമ്മളെ കുറിച്ചുള്ള സ്വപ്നമല്ല, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സ്വപ്നം എന്താണ്?
ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ അവൻ്റെ പ്രതിനിധിയായിരിക്കണമെന്നാണ്. സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനോട് ദൈവം പറയുന്ന അതാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞ് ഭൂമിയിൽ നിറയുമേ. ഓക്കെ, ആദമനെ ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, ഗോഡ്സ് ഡിസയർ അബൌട്ട് മീ ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഫാമിലി. നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒരു ദൈവോദ്ദേശമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്ന് പറഞ്ഞത്. ഫാമിലിയെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട് കർത്താവിന്. ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. അത് നമ്മൾ മനസ്സിലാക്കണം. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. സോ ഹൂ ഈസ് ദ ഫാമിലി മേക്കർ? ഇറ്റ് ഈസ് ഗോഡ്. ഇറ്റ് ഈസ് ഗോഡ്. ഒന്നാമത്തെ ഫാമിലി ഉണ്ടാക്കിയത് ആരാ? ഇറ്റ് ഈസ് ഗോഡ്. എന്ന് തന്നെയല്ല, അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ കാണുന്നത് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ ഒതുങ്ങുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നം ആദമിലും ഹവ്വയിലും ഒതുങ്ങിയിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് ആദമിനെയും ഹവ്വയെയും അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലേ, ആണും പെണ്ണുമായി അവരെ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ, വേഴ്സ് 27, മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി, ആണുമായിട്ടല്ല, പെണ്ണുമായിട്ടല്ല. ഇപ്പൊ അതൊക്കെ നല്ല കാര്യമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നത് ഇല്ലേ? വി യൂസ് ടു സേ, ഒരു ഫ്രേസ് ഉണ്ടല്ലോ, God created Adam and Eve. He did not create Adam and Steve. ആദമും ഹവ്വയെയുമാണ്, ആദമിനെയും ഹവ്വയെയുമാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ആദാമിനെയും സ്റ്റീവിനെയും അല്ല. അത് ആരെന്തോ പറഞ്ഞാലും ദൈവവചനത്തിന് വ്യത്യാസമൊന്നും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹോമോസെക്ഷുവാലിറ്റി, LGBT ആ ഇവിടെ കേരളത്തിൽ അത്, ഇന്ത്യയിൽ അത് അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ഹാർവർഡ് സ്റ്റീവില് ഒരു ഇന്റർവ്യൂ ഞാനുമായിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, യു സി, നമുക്ക് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു അമേരിക്കൻ ഒരു സെൻട്രലിക്കൽ പറഞ്ഞതുപോലെ, ഐ ഹേർഡ്, what God has written or what God has bound in heaven, we should not loosen it. ദൈവം സ്വർഗത്തിൽ കെട്ടിയത് മനുഷ്യൻ ഭൂമിയിൽ അഴിച്ചു കളയരുത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണുമായിട്ടല്ല, പെണ്ണുമായിട്ട് അല്ല, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇന്നിപ്പോ എല്ലാവരും എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കോംപ്രമൈസിങ് വേൾഡാണ് നമ്മളുടേത്. അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. എത്ര കാലം മാറിയാലും ദൈവവചനത്തിന് മാറ്റമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഈ LGBT പ്രശ്നങ്ങൾ, അവിടെ ഒരു വോട്ടിങ് നടക്കുക. ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യൂണിവേഴ്സിറ്റിയിൽ ഒരു മീറ്റിംഗ് നടക്കുക, ഞാൻ അവിടെ പ്രസംഗിക്കുക. ചെറുക്കൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്കിൾ, Jesus said that you need to love everybody, right? ഞാൻ പറഞ്ഞു, yes. So you need to love. If you are a boy, you can love a boy, right? It's no problem because God said, Jesus said, you need to love everybody. ഞാൻ പറഞ്ഞു, വേണം മോനെ, സ്നേഹിക്കണം. But I have a question. എന്താ? Do you love your mom? Yes, I love my mom. Are you going to marry her? നിന്റെ അമ്മയെ നീ സ്നേഹിക്കുന്നുണ്ട്, എന്നാ പിന്നെ നാളെ എന്നാ പിന്നെ അമ്മയെ അങ്ങ് കെട്ടിയാലോ? ആർക്കൊന്നും പറയാനില്ലല്ലോ, അല്ലേ? സ്നേഹിക്കുന്നത് വേറെ, we love everybody. കല്യാണം കഴിക്കുന്നത് വേറെ. ഇതിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞാൽ ഇനി ചിലപ്പോൾ എന്നെ ഒരു ആൾക്കാരെ എടുത്ത് അകത്തിട്ട് കാണും, ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. You know what I am saying? We need to be very careful in this. എന്നിട്ട് അവരെ അനുഗ്രഹിച്ച്, വേഴ്സ് 28, നിങ്ങൾ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ആദ്യത്തെ ബ്ലെസ്സിങ് എന്നാണെന്നറിയാമോ? അവരെ അനുഗ്രഹിച്ചു. വാട്ട് വാസ് ദ ഫസ്റ്റ് ബ്ലെസ്സിങ് ഫോർ ദ ഫാമിലി? Children are a blessing. ഇതിപ്പോ വന്ന് നമ്മുടെ പല പിള്ളേരും പറയുന്നത് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരു പൊല്ലാപ്പാണെന്ന്. വെറുതെ എന്തിനാ വല്ല പൊല്ലാപ്പിലും പോകുന്നതെന്ന്. ഐ എം നോട്ട് ജോക്കിങ്. ഇതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായ കാര്യങ്ങളായതുകൊണ്ടാണ്. പിള്ളേരെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത്.
നമ്മളിങ്ങനെ പഠിപ്പിച്ച് ഇപ്പൊ പിള്ളേർ എന്ത് ചെയ്യുന്നു? പിള്ളേർ പറയും കെട്ടാൻ തയ്യാറല്ലല്ലോ. പല പിള്ളേരും കല്യാണം കഴിക്കാൻ തയ്യാറല്ല. കല്യാണം കഴിച്ചാൽ തന്നെ പിള്ളേർ വേണ്ട, പിള്ളേർ കൊല്ലാപ്പാന്നാ പറയുന്നത്. അങ്ങനെയല്ല. പിള്ളേരെ കുറിച്ച് വേദോസം പഠിപ്പിക്കുന്നത് ആദ്യത്തെ കാര്യം എന്തോ? ബ്ലെസ്സിങ് എന്ന്. That's a blessing. And even in Psalms we read children are a blessing, in fact in an inheritance from God. മക്കൾ ദൈവത്തിന്റെ ദാനം എന്നതിനേക്കാൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അവകാശമാണ്. ഉദരഫലം അവൻ തരുന്ന അവകാശം, ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകൾ തമ്മിൽ കൈമാറുന്നതാണ്. അതിനെ വിറ്റ് കളയരുതെന്നൊക്കെയാണ് പഴയ നിയമത്തിലെ ഉപദേശം. അതായത് when you have a child, you need to know that the child is a gift from God and the owner is God. ഉടമസ്ഥൻ ആരാണ്? ദൈവമാണ്. പിന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തിനാ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? So that we may give back that child as a godly offspring. നമ്മൾ ബുക്ക് ഓഫ് മലാഖിയുടെ പ്രവചനം വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് ഡിഡ് ഐ എക്സ്പെക്ട് വെൻ യു ഗോട്ട് മാരീഡ്? ഐ വാസ് എ വിറ്റ്നസ്. ഞാൻ അതിൻ്റെ ഒരു സാക്ഷിയായിരുന്നു. അവിടെ പറയുന്നത് ശരിക്കും എന്താണ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് പാടില്ല എന്ന് പറയുന്ന വേദഭാഗമാണ്. എന്നാൽ വേഴ്സ് 15 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ചാപ്റ്റർ 2 വേഴ്സ് 15, ദേശം പോലെ സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, and therefore he sought a godly offspring. ദൈവം വിവാഹം കഴിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ഗോഡ്ലി ഓഫ്സ്പ്രിങ് ആണ്. അതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു കുടുംബത്തിന്റെ സ്വപ്നം. അതാണ് പ്രധാന സ്വപ്നം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 5-10 മണിക്കൂർ പ്രസംഗിക്കാനുള്ള പ്രസംഗമാണിത്. ഞാനിങ്ങനെ 5-10 മിനിറ്റ് കൊണ്ട് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ടെൽ യു, you know, when you get married, God is a witness. And what does he expect? He expects a godly offspring. എന്തിനാ ദൈവം കുടുംബത്തെ ഉണ്ടാക്കിയത്? കുടുംബത്തിൽ നിന്ന് ഗോഡ്ലി ഓഫ്സ്പ്രിങ് ഉണ്ടാകണം, വിശുദ്ധ പ്രജ. അവനൊരു വിശുദ്ധ പ്രജയെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യം. ഒരു വിശുദ്ധ പ്രജയെ. അവൻ ഒരു കുടുംബം എന്ന നിലയിൽ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? മേക്ക് യുവർ ചിൽഡ്രൻ എ ഗോഡ്ലി ഓഫ്സ്പ്രിങ് ആൻഡ് ഗിവ് ദം ബാക്ക് ടു ഗോഡ്. മക്കളില്ലാത്ത ആളുകളുണ്ട്, ഞാൻ എന്ന് പറയുന്നില്ല. പക്ഷേ മക്കളില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് ദൈവം അനേക മക്കളെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങളെ ഒക്കെ ഗോഡ്ലി ഓഫ്സ്പ്രിങ് ആയിട്ട് ദൈവത്തിന് കൊണ്ട് കൊടുക്കും. നിങ്ങൾ മക്കളുള്ള കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ ഗോഡ്ലി ഓഫ്സ്പ്രിങ് ആയിട്ട് കൊണ്ട് കൊടുക്കുക. കുടുംബത്തെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? We need to give back them to God as a godly offspring. That's something great. അങ്ങനെ ദൈവത്തിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നമുണ്ട്. അതിന് യാതൊരു സംശയമില്ല. കുടുംബത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു സ്വപ്നമാണ്. പെട്ടെന്ന് ഞാൻ പറയട്ടെ, it is also about a church. God has a dream about his church. ഞാൻ പറഞ്ഞല്ലോ, ഇത് അനേക മണിക്കൂറുകൾ പറഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയാം. ചർച്ച് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സിലെ വലിയൊരു മർമ്മമാണ്. ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത എന്നറിയാമോ? ഇന്ന് ആളുകളുടെ ഒരു ചിന്ത, അത് ഞാനും ദൈവം നമ്മളെ തീർത്തോളാം എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ഇല്ല മക്കളെ. ഇന്ന് വന്ന് ചർച്ചിന് എന്ത് ഡെഫിനിഷനാണ് കൊടുക്കുന്നത്? ഈ കോവിഡ് വന്നതോടുകൂടെ ഈ സൂം വന്ന് ഇന്നിപ്പം ആളുകൾക്ക് ആരാധിക്കണമെന്ന് പോലും സൂമിന് ഞാൻ എതിരൊന്നും പറയുന്നില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ ഞാൻ എതിരൊന്നുമല്ല. ഞാൻ സൂമിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, കാര്യം ശരിയാണ്. ബട്ട് മൈ ക്വസ്റ്റ്യൻ, God called us individually, but he placed us in a church. ദൈവം നമ്മളെ വിളിച്ചത് ഇൻഡിവിജ്വലായിട്ടാണെങ്കിലും വിളിച്ചാക്കിയത് എവിടെയാണ്? ഒരു സഭയിലാണ്.
ആ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അത് സൂമിലൂടെയുള്ള കൂട്ടായ്മയും സൂമിലൂടെയുള്ള തിരുവത്താഴമൊന്നുമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക്, പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്നറിയാമോ, ഇന്നിപ്പോൾ പിള്ളേർക്ക് സൂം മതി. ഞങ്ങളുടെ കുടിയന്നൂർ ചർച്ച് ജെസ്സി പറയായിരുന്നു, കുടിയന്നൂർ ചർച്ചിൽ, ഞങ്ങളുടെ ചർച്ചിൽ ആദ്യം സൂമിലായിരുന്നു ആരാധനയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് കുറച്ച് ഇളവുകൾ കൊടുത്തപ്പോൾ ആവശ്യമുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞു. ജെസ്സി പറയാ, ജെസ്സിയും പാസ്റ്ററും ഭാര്യയും ഉണ്ടായിരുന്നു സഭായോഗത്തിന്. ബാക്കിയുള്ളവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ആരാധിച്ചോളാം, ഇനി ആ സഭയിലോട്ടൊന്നും ഞങ്ങൾ വരുന്നില്ല. സ്വത്രാശയം കൊടുക്കണ്ടല്ലോ. ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തോ ഓൺലൈൻ സ്വത്രാഴ്ച, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഓൺലൈൻ സ്വത്രാഴ്ച ആയില്ല. നാളെ അതൊക്കെ ആകും. നമ്മൾ ഈ സ്വത്രാഴ്ച കൊടുക്കുന്നതിന്റെ കാര്യമല്ല. ബട്ട് ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ദ ചർച്ച്. അതിലെ ഒന്നാമത്തെ കാര്യം കൂട്ടായ്മ എന്നുള്ളതാണ്. ആൻഡ് യു നീഡ് ടു നോ വൺ തിങ്. രക്ഷിക്കപ്പെട്ടവരെ മുകളിലോട്ട് എടുക്കുകയല്ലായിരുന്നല്ലോ കർത്താവ്. അല്ല, he placed a church. ദൈവം ഓരോ ഇൻഡിവിജ്വലിനെയും രക്ഷിക്കുമ്പോൾ അവനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ച് അവനെ ഭൂമിയിൽ തന്നെ ആക്കുന്നു. ഭൂമിയിലാക്കി അവനെ ഒരു സഭയിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശിഷ്യത്വത്തിന്റെ പാതയിലൂടെ അവനെ മുകളിലോട്ട് കൊണ്ടുപോകാനാണ്. ഞാൻ മൊസാംബിക്കിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നാഷണൽ കോൺഫറൻസിന് പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഞാനിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇവാഞ്ചലിസത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതാണ്, നിങ്ങൾക്കറിയാം. ആൻഡ് ഐ ഓൾവേസ് എൻകറേജ് ഓൾ ദ പാസ്റ്റേഴ്സ്. അവിടെ അസംബ്ലീസ് കൊണ്ട് മാത്രം മൊസാംബിക്കിൽ 3000 സഭകളും ടാൻസാനിയയിൽ 6000 സഭകളും ഉണ്ട്. ബൈ ഗോഡ്സ് ഗ്രേസ് I got access to all these churches and they are considering me as a resource person for their meetings and things like that. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്തുള്ളവരകത്ത് വരണം. ഞാൻ മലയാളി വെച്ച് പറയാം, പുറത്തുള്ളവരകത്ത് വരണം. അതാണ് ഇവാഞ്ചലിസം. പക്ഷേ അതിനേക്കാൾ വലുതുണ്ട്. അതിനേക്കാൾ വലുതല്ല, അകത്ത് വന്നവരെന്ന് മോളിൽ ചെല്ലണം. അതിനാണ് ശിഷ്യത്വം. നമ്മൾ പുറത്തുള്ളവരകത്ത് വരണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ അകത്ത് വന്നാൽ ചർച്ച് എന്തിനാണ്? സോ ദാറ്റ് യു മേ ടീച്ച് ദം in the path of discipleship and encouraging them and enriching them so that they may become God's special people and they reach heaven. അവർ സ്വർഗത്തിൽ ചെല്ലണം. അപ്പോൾ പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവരിക, അതിന് പ്രസംഗം. അകത്ത് വന്നവരെ അങ്ങ് മുകളിൽ കൊണ്ടുപോകണം, അതിന്റെ ടീച്ചിങ്. ഇതെവിടെ കിട്ടുന്നത്? യു ഗെറ്റ് ഇറ്റ് in the church. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 48-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ സഭയുടെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ വായിച്ചു വരുമ്പോൾ ഒരു കാര്യം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതിനാണ് സഭ. അല്ലാതെ രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർത്തെന്ന് എഴുതിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. So God has a dream about the individual. God has a dream about the family. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു അംശമേ ഞാൻ പറഞ്ഞുള്ളൂ. God has a dream about the church. പിന്നെ ദൈവം എന്തിനാ നമ്മളിവിടെ ആക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. എന്തിനാ ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ ചിലർ പറയും, അത് ബ്രദറെ, ദൈവം നമ്മളെ ആരാധിക്കുവാനായി ഭൂമിയിലാക്കിയിരിക്കുകയാണ്, ആരാധിക്കുവാൻ. ഞാൻ പറയാറുണ്ട്, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എടാ, ഈ ആരാധിക്കാനാണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ലേ? ഇല്ലേ? ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് ആരാധിക്കാവുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ലേ? പാട്ട് പാടാനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്, ഇതിനേക്കാളും നല്ല പാട്ട് സ്വർഗത്തിലല്ലേ? എന്തിനാ ദൈവം നമ്മളെ വീണ്ടും ഈ ഭൂമിയിൽ സഭയിലാക്കിയിരിക്കുന്നു ചോദിച്ചാൽ, ചില കാര്യങ്ങൾ സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ഭൂമി വെച്ച് ചെയ്തേച്ചു പോകാം. അതിനാണ് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്വർഗത്തിൽ ചെന്ന ആൾക്കാരും ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ ചെന്ന ആൾക്കാരും ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ ചെന്ന രോഗികളെ സന്ദർശിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ രോഗികളൊന്നും ഇല്ല. സ്വർഗത്തിൽ ചെന്നാൽ ആരോടെങ്കിലും സുവിശേഷം പറയാൻ പറ്റുമോ? അതിന്റെ ആവശ്യം അവിടെ ഇല്ല. അതൊക്കെ ചെയ്യാനാണ് നമ്മളെ ഇവിടെ ഭൂമിയിലാക്കിയിരിക്കുന്നത്.
ട്രാക്ട് കൊടുക്കാനും പരസ്യവും നടത്താനും പാർക്കുകളിലൊക്കെ പോയി മനുഷ്യന് സുവിശേഷത്തിൻ്റെ സന്ദേശം അറിയിക്കാനും പാവങ്ങളെ സഹായിക്കാനും രോഗികളെ വിസിറ്റ് ചെയ്യാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും അതിനൊക്കെയാണ് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഗോഡ് ഹാസ് എ ഡ്രീം ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് എ ഫാമിലി ആൻഡ് ആസ് എ ചർച്ച്. ആ സ്വപ്നം നമ്മൾ തിരിച്ചറിയണം. ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അല്ലാതെ എൻ്റെ സ്വപ്നത്തിലെ കാർ എനിക്ക് വാങ്ങിച്ച് കിട്ടാനായിട്ട് ദൈവത്തെ ഉപയോഗിക്കാനല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം അതാണ്. ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ. യേശു വന്നിട്ടുണ്ട്, ഇന്ന് രാത്രി യേശു നിന്റെ അടുത്ത് വന്നിരിക്കുന്നു, നിനക്ക് എന്ത് വേണമെങ്കിലും നിനക്ക് ചോദിക്കാം, നിനക്ക് കാർ വേണോ കാറ്, വീട് വേണോ വീട്. ഇതാ ഇന്നത്തെ പ്രസംഗം മുഴുവൻ. ഇതൊക്കെ ഒരു പീനട്ടാ ദൈവത്തിന്. നിനക്കൊരു കാർ തരിക എന്ന് വെച്ചാൽ ആനക്കാരി ബലമാണോ? ഒന്നുമല്ല. അതിനൊന്നുമല്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നതും മരിച്ചതും ഒക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ പഠിക്കണം. എൻ്റെ സ്വപ്നങ്ങൾ, ഐ നീഡ് ടു സീ ദാറ്റ് എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതെയാകണം. പകരം യേശുവിൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നമാകണം. എൻ്റെ സ്വപ്നങ്ങൾ നിവർത്തിക്കുവാൻ യേശു എന്ന് പറയുമ്പോൾ ഞാൻ യേശുവിനെ ഉപയോഗിക്കുകയാണ്. ഐ ആം യൂസിങ് ജീസസ്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നതല്ല. അവൻ്റെ സ്വപ്നം നമ്മൾ നിർവഹിക്കുവാൻ, അതിനുവേണ്ടി ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നു. എനിക്ക് വേണ്ടി യേശു എന്ന് പറയുന്ന അതിൽ നിന്നൊരു പാരഡൈം ഷിഫ്റ്റ്, ഞാൻ യേശുവിന് വേണ്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.